ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനും അപ്പനും ഉണ്ണിക്കണ്ണനും കൂടി കൊട്ടാരക്കര വരെ ഒന്ന് പോവുകയാണ് ഗൈസ്. എന്തിനാണ്? അവിടെ ഒരു നൂലുകെട്ട് ചടങ്ങുണ്ട്. എൻ്റെ അനിയൻ്റെ കുഞ്ഞുവാവയുടെ നൂലുകെട്ടാണ്. ഈ കാണുന്നതാണ് അനിയനും കുഞ്ഞുവാവയും അവൻ്റെ വൈഫും. ഞങ്ങളെല്ലാവരുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സംഭവം നൂലുകെട്ടെല്ലാം കഴിഞ്ഞു പോയി ഗൈസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. പിന്നെ നേരെ ഫുഡ് അടിക്കണം, അതാണല്ലോ മെയിൻ. എവിടെ ചെന്നാലും ഫുഡ് എവിടെ, അവിടെ ഞങ്ങൾ ഫസ്റ്റ് എത്തും കേട്ടോ. അങ്ങനെ ഞാൻ അപ്പനെയും കുത്തി എടുത്തുകൊണ്ട് പോയി ഫുഡ് അടിക്കാനായിട്ടിരുന്നു. അപ്പോൾ കാണാൻ ഫുഡ് നല്ല സൂപ്പർ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഈ കാണുന്ന അവളുടെ വൈറ്റ് ബംഗാളയ്ക്ക് വന്ന പരിചയമാണ് ഈ കാണുന്ന പിള്ളേരുമായിട്ട് മൊത്തം. ഇതെല്ലാം അനിയൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ ഇറങ്ങാനായിട്ട് നിന്ന് അവരവരുടെ കൂടെ വന്ന ആൾക്കാരെ തിരക്കി നിന്ന് എല്ലാവരും കൈ കിട്ടിയവരെ കൊണ്ട് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ ബൈക്കിലാണ്, ഇവരൊക്കെ വന്നതൊരു ബസ്സിലാണ്. അവിടുന്ന് ബസ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നത് ഇവിടെ വെച്ച് കണ്ട 2 കൂട്ടുകാരികളാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സാണ്, പുതിയ ഫ്രണ്ട്സും. അങ്ങനെ അകത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞുമാവയായിട്ട്. ഇതാണ് കൊച്ചിൻ്റെ അച്ഛൻ. കണ്ടാലൊരച്ഛൻ്റെ ലുക്കൊന്നും ഇല്ലെങ്കിൽ ഇത് തന്നെ അച്ഛൻ. ഈ കാണുന്ന പേര് കണ്ട, എനിക്കടുത്ത് ജനിക്കാൻ പോകുന്ന കൊച്ചിനിടാൻ വെച്ചിരുന്ന പേരായിരുന്നു ഞാൻ. അത് ഇവളുമാരെ കടിച്ചു മാറ്റിയിട്ട് എന്നാലും ഞാൻ ശപഥം ചെയ്തേക്കുക, എനിക്കടുത്ത പെങ്കൊച്ചാണെങ്കിൽ ഈ പേര് തന്നെ ഞാനിടും ഗൈസ്. പിന്നെ ക്യാമറമാനെയും എല്ലാവരെയും ഇതാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. കുഞ്ഞുവാവ ഇത്രയും നേരം ആ കണ്ണൊന്നും തുറന്നില്ല. അവിടെ ഒരു ഇരുത്തട്ട് നടന്നത് അവൾ അറിഞ്ഞ പോലും ഇല്ല ഗൈസ്. ഞങ്ങളങ്ങനെ പോവാറായപ്പോഴത്തേക്കും അവൾ കണ്ണു തുറന്നു. അങ്ങനെ അവളെ കണ്ട് ജസ്റ്റ് നമ്മൾ ഉണ്ണിക്കണ്ണൻ എന്നെ വന്ന് വിളിക്കുകയാണെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി കൊട്ടാരക്കര ഒരു കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. ചെറിയൊരു വെയിൽ, നല്ല വെയിലൊന്നുമില്ലായിരുന്നു, ചെറിയ വെയിലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഫ്രൈഡ് റൈസ്, ബിരിയാണി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനവിടെ ചെന്നപ്പോൾ ദാണ്ട് ഇങ്ങനത്തെ ഒരു ബെഞ്ച്, ഇതിനകത്തോട്ട് ഞാൻ കയറാൻ പെട്ട പാട് വേറൊന്നുമല്ല, വയറ് കുറച്ച് തള്ളിയിരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ വയറതിനകത്തിരുന്ന് ഞെരുങ്ങുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അതിനകത്ത് നുഴഞ്ഞ് കയറിയിരുന്നു. അപ്പം കാണാം അപ്പനൊരു കോള്, വർക്ക്ഷോപ്പിൽ നിന്ന് കോളാ. MLA-മാർക്ക് പോലും ഇല്ല ഇങ്ങനെ കോള്. അതുപോലെ അങ്ങ് കോളാ ഒരു ദിവസം പോയില്ലെന്നുണ്ടെങ്കിൽ. ഇതാ ഈ കാണുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഉണ്ണിക്കണ്ണൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ച ഡ്രസ്സാണ് ഇത്. ഈ ഡ്രസ്സിനകത്ത് ഇപ്പം 4ാമത്തെ മേക്ക് ഓവറാണ് ഞാൻ നടത്തുന്നത്. ബ്ലാക്ക് ഡ്രസ്സ് ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ചീത്തയാവത്തില്ല, കളർ മങ്ങത്തില്ല, കുറേ നാൾ വേണമെങ്കിൽ അങ്ങ് ഇട്ടേക്കാം. അങ്ങനെ ഉണ്ണിക്കണ്ണനും നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ വേണം എനിക്ക് ഷാർജ് മതി എന്നുള്ള പറച്ചിലാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ നമുക്ക് 3 പേർക്കും ഓരോ ലെമൺ ജ്യൂസ്. ഇവിടെ സോഡ നാരങ്ങയൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഉള്ള നാരങ്ങ വെള്ളം മേടിച്ച് ഞങ്ങൾ 3 പേരും കൂടി കുടിച്ച് പിന്നെയും യാത്ര തുടർന്നു. ഇനി വീട്ടിൽ പോയി നീണ്ടു നിവർന്നൊരു ഉറക്കം, അത് മസ്റ്റാണ്. എവിടെ യാത്ര കഴിഞ്ഞ് വന്നാലും എനിക്ക് ഉറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നാരങ്ങ വെള്ളം ഞാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയായി. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.